എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജൂൺ 5-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ള ഒരു ചോദ്യം വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഈ ഒരു +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 9-ാം തീയതി വൈകുന്നേരത്തോടെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം ഈ ഒരു ജൂൺ 10-ാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആർക്കൊക്കെയാണ് കിട്ടുക എന്ന് നോക്കാം. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിലവിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുത്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല. കാരണം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഒന്നുമില്ല. കാരണം ഒന്നാമത്തെ ഓപ്ഷൻ്റെ മുകളിൽ 0 വരിക. അതിനുശേഷം ഒരു 0 എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നമ്പർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് നിങ്ങളെ പരിഗണിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചവർക്ക് ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ അലോട്ട്മെൻറ്റ് കിട്ടത്തില്ല. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അടുത്തതായിട്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് മാറാൻ പറ്റുമോ? അങ്ങനെ മാറാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂൾ കോഴ്സ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് അങ്ങനെ സ്കൂളോ കോഴ്സോ മാറണമെന്നുണ്ടെങ്കിൽ മാറാവുന്നതാണ്. സ്കൂളോ കോഴ്സോ എന്ന് പറയുമ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാത്രമേ മാറാനായിട്ട് പറ്റത്തുള്ളൂ. അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് മാറാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ പറ്റില്ല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാത്രമേ മാറാനായിട്ട് പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. അവിടെ നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളെ അതിലേക്ക് പരിഗണിക്കും. അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുത്തത്, എന്നാൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെയും അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതാണ്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. അതായത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഒന്നല്ല കിട്ടിയത്, നിങ്ങൾക്കൊരു 5-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ 5-ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ അവിടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുത്തത്, എന്നാൽ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്തിട്ടില്ല. ഇനി അതല്ല ടെമ്പററി അഡ്മിഷനാണ് എടുത്തത്, അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികളെ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും. അത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ ഏതാണോ അതിന് മുകളിൽ ബാക്കിയുള്ള ഓപ്ഷനുകൾ ഏതൊക്കെയുണ്ട് ആ ഒരു ഓപ്ഷനുകളിലേക്ക് നിങ്ങളെ അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുന്നതാണ്. അപ്പോൾ ഇനി അതുപോലെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പരിഗണിക്കാത്തത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടാതെ ഹയർ സെക്കൻഡറിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ഇനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ഈ ഒരു 2-3 അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അപേക്ഷ എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്ര മാത്രമാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അപേക്ഷിച്ച് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളെയും അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ എല്ലാ ഓപ്ഷനുകളെയും പരിഗണിക്കും. നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ തരാൻ പറ്റുന്നത് അതിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് തരുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ടിന് ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 9-ാം തീയതി വൈകുന്നേരത്തോടെയായിരിക്കും. അല്ലെങ്കിൽ ഏകദേശം ഒരു 3 മണി 4 മണി ആ ഒരു ടൈമിലായിരിക്കും പ്രസിദ്ധീകരിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ ജൂൺ 10-ാം തീയതിയാണ് നടക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് പരിശോധിക്കുക എന്ന് ചോദിച്ചാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിലവിൽ നിങ്ങൾക്ക് അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് സെക്കൻഡ് എന്ന് മാറ്റിയിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള പേര് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം അവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ആ ഒരു ലിങ്ക് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നിങ്ങൾക്ക് എങ്ങോട്ടേക്കും പോകാൻ പറ്റത്തില്ല. കാരണം നിലവിൽ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നുള്ള ആ ഒരു ലിങ്കിൽ നിന്നുള്ള ആ ഒരു ലോഗിൻ പേജിലേക്കുള്ള ലിങ്ക് ഒഴിവാക്കിയത് കൊണ്ടാണ് അങ്ങനെ പോകാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് ആ ഒരു പേജ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ലോഗിൻ എന്ന് കാണാൻ പറ്റും. അവിടെ യൂസർ നെയിം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാനുണ്ടാവും. അതുപോലെ തന്നെ പാസ്വേഡ് ഉണ്ടാവും. യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു VHSC അപേക്ഷ കൊടുത്ത സമയത്ത് നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറാണ്. അതായത് ഈ ഒരു പേജ് ഇപ്പോൾ ലോഡായിട്ട് വന്നിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്കിവിടെ ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് അക്ഷരത്തിനാണ് ക്യാപ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി എങ്ങനെയാണ് എന്ന് നോക്കാം. അതായത് നിങ്ങൾ ആദ്യം തന്നെ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ
ഈ ഒരു VHSCയുടെ അപേക്ഷ കൊടുത്ത സമയത്ത് നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അപ്പോൾ അത് നിങ്ങൾ അതായത് ഇവിടെ കാണാം ഈ ഒരു ടെക്സ്റ്റ് ഫ്രം ഇമേജ്, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതിന് നേരെയുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ചേഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് അത് മനസ്സിലാവുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ളത് കൊടുക്കുക. അത് ഇമേജ് എന്നുള്ളടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റ് കൊടുക്കുക. വാലിഡേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിൽ സെൻഡ് OTP ഓപ്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു OTP ഈ ഒരു പേജിലേക്ക് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പേജ് ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ പുതിയ പാസ്വേഡ് 8 ക്യാരക്ടറുള്ള പുതിയ പാസ്വേഡ് കൊടുക്കുക. അത് ആ ഒരു പാസ്വേഡ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു പുതുതായിട്ടുള്ള പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ ആ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് പുതുതായിട്ട് കൊടുത്ത ശേഷം നിങ്ങൾ അപ്ഡേറ്റ് കൊടുക്കുക അല്ലെങ്കിൽ സേവ് സബ്മിറ്റ് എന്നിങ്ങനെ ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പുതിയ പാസ്വേഡ് സേവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം പുതിയ പാസ്വേഡാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഫോർഗോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ളത് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ടെക്സ്റ്റ് മാറും. അപ്പോൾ അതിനുശേഷം ആ ഒരു ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ആ ഒരു കാര്യം ഇവിടെ എന്താണ് ആ ഒരു ചിത്രത്തിൽ കാണുന്നത് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിനുശേഷം അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയത് 5ാമത്തെ ഓപ്ഷനാണ്. നിങ്ങൾ അവിടെ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു, ഹയർ ഓപ്ഷൻസ് അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു 3ാമത്തെ ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ അഡ്മിഷൻ ഇങ്ങോട്ടേക്ക് മാറുകയും നിങ്ങൾ ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ എന്തൊക്കെയാണ് കൊടുത്തത് അതൊക്കെ തിരിച്ചു വാങ്ങിക്കുക. നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുത്തതെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ്റെ ഫീസ് അടച്ചതിൻ്റെ ആ ഫീസ് തിരിച്ചു കിട്ടില്ല. അതിന് പകരം നിങ്ങൾ ആ ഒരു അഡ്മിഷൻ്റെ റെസിപ്റ്റും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പുതുതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു ഓപ്ഷനിലാണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ വരുന്ന ഫീസ് അടച്ചാൽ മതിയാകും. അതേസമയം മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയതെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ വാങ്ങി അതുപോലെ ഫീസും കാര്യങ്ങളൊക്കെ അത് PTA ഫണ്ട് PTA ഡൊണേഷൻ ഇതൊക്കെ തിരിച്ചു തരും. അപ്പോൾ ഇതൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അതേസമയം നിങ്ങൾക്ക് മാറ്റമൊന്നും കിട്ടിയിട്ടില്ല, 5ാമത്തെ ഓപ്ഷനിൽ തന്നെയാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറെ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതും അതല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനിൽ തന്നെ തുടരാവുന്നതുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.